ഹായ് ഗൈസ്, ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 58 റിയാക്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കമന്റ്സ് വായിച്ചാലോ. ദ ബിയർഡ് മാൻസ് മീഡിയ കമന്റ് ഇട്ടിരിക്കുന്നു, കറവക്കാരനെ പാല് കൊടുത്ത് പറ്റിക്കാൻ മാത്രം സെറ്റ് അല്ല മിന്മ. നീ ഇഷ്ടപ്പെട്ടു ആ തമാശ, എന്നാലും കൊള്ളാം ബ്രോ. ശ്രീധുവിനെ വിട്, അവൾക്ക് ചേട്ടന്റെ ഗേൾഫ്രണ്ട് ആവാൻ ഭാഗ്യമില്ല. വിട്ടടാളിയാ, വിട്ട് ഇനി ഒരു ബന്ധുല്ല. ഡിന്നർ സ്റ്റാർ കമന്റ് ഇട്ടുകയാണേ, ഗബ്രി തിരിച്ചു വരും ഉറപ്പ്, ഇല്ലെങ്കിൽ ശരത്തേട്ടന്റെ തല പൊട്ടിത്തെറിച്ചേക്കട്ടെ. പോടാ നീ, ഗബ്രി എന്റെ തല പൊട്ടിത്തെറിക്കട്ടെ. പോടാ. വാസ് സോ ബ്യൂട്ടിഫുൾ വെൻ യു സ്മൈലിംഗ്. ആ വീഡിയോ വാസ് അമേസിംഗ്. എനിക്കറിയാം ബ്രോ, എന്റെ കമന്റ് വായിച്ചാൽ ജാസ്മിന്റെ സ്പെഷ്യൽ ചായ കിട്ടും. എന്റെ പൊന്ന് പറഞ്ഞു, 2018 ചായ കുടി നിർത്തിയതാ. ഞാൻ ചായ കുടിക്കാറില്ല. എനിക്കറിയാമായിരുന്നു ഇത് ഇങ്ങനെ വരുള്ളൂ എന്ന്. ഞാനെല്ലാം മുൻകൂട്ടി കണ്ടു. അപ്പൊ സംസാരിച്ചധികം സമയം കളയുന്നില്ല. നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരാളാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും എനിക്ക് കിട്ടുന്ന കയ്യടികളാണ്. അത് എന്നെ പിന്നെയും വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. മര്യാദയ്ക്ക് സംസാരിച്ചധികം സമയം കളയുന്നില്ല. ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 58 റിയാക്ട് ചെയ്തിട്ട് വരാം. ഇന്ന് മോർണിംഗ് സോങ് ഇല്ലേ? ഷോ അൻസിബേനെ ഞാനിന്ന് അങ്ങനെ കാണും. രാവിലെ 8:15 രാവിലെ തന്നെ നമ്മുടെ മുല്ല ചേച്ചി ഗബ്രിയുടെ ഫോട്ടോ പിടിച്ചിരുന്നോ സംസാരിക്കുന്നുണ്ട്. നമുക്ക് കേട്ടിട്ട് വരാം. സീക്രട്ട് റൂമിലാണെങ്കിലും സീക്രട്ട് റൂമിലാ? എപ്പ? എന്റെ ഉറക്കത്തിൽ തോന്നി. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞത് എന്തിനാ? ഒരു സമാധാനം നിറഞ്ഞൊരു സാധനം കിട്ടുന്നില്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ജാസ്മിനെ, ഞങ്ങക്ക് നല്ല സമാധാനം ഉണ്ട്. നിന്നെ ഇവിടെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. എനിക്കും കാണാൻ പറ്റുന്നില്ല. പാവം ജാസ്മിൻ, ഗബ്രി പോയതിന് നല്ല വിഷമമുണ്ട്. പാവം ഈ ആഴ്ച എന്നെ ക്വിറ്റ് ചെയ്ത് പോകുന്ന എനിക്ക് നല്ല രീതിയിൽ തോന്നുന്നുണ്ട്. ചേച്ചിയുടെ മനസ്സാരും കാണാതെ പോരുത്. ഇതൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആരും അറിയാത്തത് കൊണ്ട് നമുക്കൊക്കെ കേൾക്കാൻ വേണ്ടിട്ടാ ചേച്ചി മൈക്കിൽ നോക്കി ഫോട്ടോ നോക്കി ഉറക്കെ പറയുന്നത്. ആണെങ്കിൽ പോലും എനിക്ക് നിന്റെ അടുത്ത് കുറെ നേരം ഇരിക്കാതിരിക്കും. അതായത് നമ്മളൊക്കെ കേട്ടാലല്ലേ ചേച്ചിക്ക് സെന്റിമെന്റ്സ് കിട്ടുള്ളൂ. അപ്പൊ നമ്മളത് കേൾക്കണ്ടേ? ചേച്ചി പറ ചേച്ചി. ഇവളങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ഇവള് മിസ്സിംഗ് അടിച്ച് ആകെ ഗെയിം. എന്തൊരു കെയറിങ് ഈ സായി ചേട്ടന്. അഭിനയ സിംഹം. അത്ര നേരം റൂമിൽ ഒറ്റയ്ക്ക് ഇരുന്ന ജാസ്മിന്റെ അടുത്ത് സിജ വന്നിരുന്നപ്പോ തന്നെ ജാസ്മിന്റെ നാടകം നിർത്തി ജാസ്മിൻ എൻജോയ്. കാരണം സിജ കേട്ട് കഴിഞ്ഞ പ്രശ്നമാണല്ലോ, ജനങ്ങള് മാത്രം കേൾക്കാൻ പാടുള്ളൂ. ഓ, ഫോട്ടോയും ഒരുമിച്ചിരിക്കുന്നു. ഞങ്ങള് പിരിഞ്ഞാലും ഞങ്ങളുടെ ഫോട്ടോ പിരിയരുത്. ഏത്? അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുക നമ്മുടെ ഋഷിയുടെ അടുത്ത്. ഇപ്പൊ ഋഷി ചോദിക്കും, നീ ഓക്കെ അല്ലേ മോളെ? ജാസ്മിൻ, എന്നെ ഒന്ന് നെസ്റ്റിലിടാൻ പറ്റുമോ? എന്തിനാണെന്നല്ലേ? ആ കട്ടലിൽ ഗബ്രിയുടെ മണം കിട്ടി എനിക്ക് ഉറങ്ങണം. അതാണ് എന്റെ സെന്റിമെന്റ്സ്. അതെനിക്ക് ജനങ്ങളിലേക്ക് എത്തിക്കണം. പ്ലീസ് ഋഷി, എന്നെ നെസ്റ്റിലിടൂ. ആറിനോടിട്ടാലും കുഴപ്പമില്ല, പക്ഷെ നെസ്റ്റിലാക്കാം. ഗബ്രി കിടന്ന അതേ കട്ടിലിൽ ജാസ്മിന് കിടന്നാലും ഇനി ഉറക്കം വരുള്ളൂ. എന്തൊക്കെ കാണണം നമ്മള്. അവന്റെ മണം വേണം എനിക്ക്. അവൻ എന്തായാലും നിന്റെ മണം വേണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കില്ല. എന്റെ മനസ്സും പറയുക ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മനസ്സ് പലതും പറയും. അതൊക്കെ നടക്കണമെന്നുണ്ടാ? വരും ജാസ്മിനെ. ബിബി ഫൈനൽ കാണാൻ ഗബ്രി എന്തായാലും വരും. എന്റെ ഒരു സൈഡിലെ മനസ്സ് പറയുന്നുണ്ട് അവൻ എവിടെ ഉണ്ട്. ഒച്ചടാ, ഞാൻ പറഞ്ഞില്ല ജാസ്മിൻ ഭയങ്കര ഡൗണാ. മിക്കവാറും ഈ ആഴ്ച തന്നെ ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. ഒരാഴ്ച അല്ല ജാസ്മിനെ, ഈ ആഴ്ച കഴിഞ്ഞിട്ടിയാ പിന്നെ കുഴപ്പമില്ലേ? പിന്നെ 42 ദിവസമില്ലേ ഷോ തീരാൻ? ഇത്രയും നാൾ എന്റെ കൂടെ നിന്ന ബലമാണ് ചേച്ചി അവൻ. ബലമായിരുന്നാ? ശരിക്കും കഴിഞ്ഞ 10-60 ദിവസമായിട്ട് എന്റെ കൂടെ നിന്നിട്ടുള്ളൊരു. ഇത് വെറും 56 ദിവസത്തെ ബലം. ഞാനെന്ന പോലെ എനിക്കുള്ളൊരുത്തനാണ് അവൻ. എന്നാലും എനിക്ക് മനസ്സിലാവാത്തതല്ല, ജാസ്മിന്റെ ലൈഫിൽ കഴിഞ്ഞ 5-6 മാസം കൂടെ നിന്ന വേറൊരു ബലം ഉണ്ടായിരുന്നു. ആ ബലം ഇപ്പൊ എന്ത് ചെയ്യുന്നു ആവോ? അപ്പൊ അവൻ പെട്ടെന്നില്ലാതാവുമ്പോ എനിക്ക്. ഗബ്രി വെറും 56 ദിവസം കൂടി ഉണ്ടായിരുന്ന ബലം, കഴിഞ്ഞ 5-6 മാസം കൂടി ഉണ്ടായിരുന്ന ഒരു ബലം ഉണ്ടായിരുന്നു. ആ ബലത്തിനെ പറ്റി ഇപ്പൊ ചിലവർ ഓർക്കുന്നുണ്ടോ ആവോ? ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ പോവും അല്ലെങ്കിൽ അവൻ പോവും. നമ്മള് വന്നില്ല അവൻ സീക്രട്ട് റൂമിൽ, അല്ലെങ്കിൽ അതിന്റെ അടുത്ത ആഴ്ച എനിക്ക് പുറത്തു പോകണം. എല്ലാരും കേട്ടല്ലോ? പ്ലീസ് ഹെൽപ്പ് ജാസ്മിൻ, ഹെൽപ്പ്.
ജാസ്മിനെ സ്നേഹിക്കുന്നവരും ജാസ്മിനെ വെറുക്കുന്നവരും ജാസ്മിന്റെ ഈ അപേക്ഷ ചെവി കൊണ്ട് അവൾക്ക് വോട്ട് കൊടുക്കാതിരിക്കുക. അങ്ങനെയെങ്കിലും ജാസ്മിൻ ഒന്ന് പുറത്തു വരട്ടെ. കാരണം ഇത് ട്രൂ ഫീലിംഗ് ആണെങ്കിൽ ജാസ്മിൻ അത് ഉള്ളിന്ന് ആഗ്രഹിക്കുന്നതാ. അപ്പൊ നമ്മൾ സ്നേഹിക്കുന്നവർ വേണം അത് നടത്തി കൊടുക്കാൻ. ജാസ്മിൻ എവിക്ഷനിൽ അങ്ങനെ വരാണെങ്കിൽ ആര് വോട്ട് ചെയ്തിട്ടാ ജാസ്മിന് പുറത്തു വന്ന് ഗബ്രീനെ കാണുന്നത്. അതായത് ഈ ഗെയിമിനെക്കാളും വലുതാ ഗബ്രിയായിട്ടുള്ള ബന്ധം. എന്താ അല്ലേ? എനിക്കൊക്കത്തില്ല ഇവിടെ ഇങ്ങനെ നിക്കാൻ. ഹെൽപ്പ് ഗൈസ് ഹെൽപ്പ്, ഞാൻ നിങ്ങളോട് കെഞ്ചുന്നു. ആരും നമ്മുടെ മുല്ല ചേച്ചിക്ക് ഇതിൽ കൂടുതൽ ക്രൂരത കൊടുക്കല്ലേ. വോട്ട് ചെയ്ത് പുറത്തു കള, മുല്ല ചേച്ചിയുടെ ആഗ്രഹം പോലെ. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി. രശ്മി ഗബ്രി പോയല്ല, ഇനി ജാസ്മിന് ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല. എന്റെ ഒരു ട്രിക്ക് ഉണ്ട്, ഞാൻ ഇറക്കട്ടെ. അതാണ് ഞാൻ നിനക്ക് ഫേസ് തരാതെ ഫേസ് വരാതാണെന്നാ എന്താ സംഭവം? പ്രീ പ്ലാൻഡ് ആയിരുന്നു. രശ്മിന് പുറത്ത് സപ്പോർട്ട് കിട്ടാൻ ജാസ്മിനെയും ഗബ്രീനെയും ഒറ്റി. എന്താണ് നീയും ഗബ്രിയും ഇവിടെ നടന്നതല്ല. ജാസ്മിന്റെ എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. കൂടെ നിന്ന് ചതിച്ചല്ലടി യൂദാസി. ഇവിടെ നടന്ന എന്ത്? ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന് ജാസ്മിന് മനസ്സിലായില്ല, ഒട്ടും മനസ്സിലായില്ല. എന്തായിരിക്കും അറിയില്ല. മനസ്സിലായി. ഉദ്ദേശിക്കുന്ന എന്താന്ന് പറയാതെ എനിക്കത് അറിയില്ല. ഞാൻ മനസ്സിലായെന്ന് എനിക്ക് അറിയാം. നീ പറ. ഉദ്ദേശം എന്താ നിനക്ക് മനസ്സിലായില്ലേ? പറ. പ്രീ പ്ലാൻഡ് ആണ്. എന്തെന്ന് മനസ്സിലായി? എന്റെ സംശയം ഇതൊന്നല്ല. ഇതെന്താ ഗബ്രി പോണ വരെ പറയാഞ്ഞേ? പ്രീ പ്ലാൻഡ് അല്ല എന്നേ എനിക്ക് ഉത്തരവുള്ളൂ. ശരിക്കും ചില സമയത്ത് എനിക്ക് എടുത്തിട്ട് അടിക്കാനൊക്കെ തോന്നാറുണ്ട്. എടുത്തിട്ട് അടിക്കാൻ തോന്നി. ജാസ്മിനെ കേസ് കൊടുക്ക്. കാലേവാരി നിലത്തടിച്ചേനെ എന്ന് പറഞ്ഞതിന് ജാസ്മിൻ കേസ് കൊടുത്തതാണ്. അപ്പൊ ഇതിനും കൊടുക്കണം. രണ്ടും സെയിം ഒഫൻസാ. ഉദ്ദേശിക്കണമെന്നൊക്കെ വന്ന് ചോദിക്കാറുണ്ട്. എനിക്ക് ഇതിനൊരു റിപ്ലൈ ഇല്ല. രശ്മിനെ കൂടെ നിന്ന് കോൺക്രീറ്റ് പോലെ നീ ഉണ്ടാക്കണ. നിനക്ക് അങ്ങനെ എന്റെ ചുളുവിൽ സ്ക്രീൻ സ്പേസ് കിട്ടണ്ട. ഗബ്രിയുടെ സ്ക്രീൻ സ്പേസ് എനിക്ക് മാത്രം സ്വന്തം. അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഡയലോഗ് പറയാനില്ല. ഞാൻ പോകുന്നു. ഞാൻ പോവാ. പ്ലീസ്. ഒത്തില്ല. എന്താണ് ഒത്തില്ല? ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. ഋഷി ടീം ഇടാൻ പ്ലാൻ ചെയ്യാണ്. പറ്റുന്ന പോലെ ചെയ്താൽ മതി. നമ്മള് ഒരു ദിവസം ഒറ്റ പ്രാവശ്യം മോർണിംഗ് സോങ് ഇല്ലാണ്ട് നമ്മുടെ അൻസിബേനെ എനിക്ക് കാണാൻ പറ്റി. ക്യാപ്റ്റൻ ആരെ പറയുന്നു ആ ആൾക്ക് പണിഷ്മെന്റ് കൊടുക്കണം. നമ്മൾ ഡയറക്റ്റ് അല്ല. അൻസിബയുടെ ബുദ്ധി വിമാനാണല്ലോ. ക്യാപ്റ്റന് നമ്മൾ പവർ കൊടുക്കണം. അതായത് റോള് വന്ന കൊള്ളാം. ഋഷി അൻസിബേനെ പവർ ടീമിൽ എടുത്തോ. എല്ലാം കണ്ട അവള് വരെ പറയുക ഇങ്ങനെ. അപ്പൊ നമ്മുടെ ജാസ്മിൻ പിന്നെ റൂമിൽ വന്നിരുന്ന ഫോട്ടോ നോക്കി പറയാ, ഗബ്രി അവള് ചതിച്ചൂടാ കള്ളപ്പന്നി. പറഞ്ഞു ഗബ്രി പുറത്തു പോകാനുള്ള മെയിൻ റീസണിൽ ഒരാള് ജാസ്മിൻ തന്നെ. നമ്മുടെ സിജ് പറയാണ് ഗബ്രി പുറത്തു പോകാൻ മെയിൻ കാരണം ജാസ്മിൻ തന്നെയാണ്. കളി കാര്യാവാന്നൊക്കെ പറയില്ലേ. അപ്സര രശ്മിൻ ഡിസ്കഷൻ. അപ്സര പറയാണ് ഇവര് പുറത്തുനിന്ന് പ്ലാൻ ചെയ്ത് വന്നതായിരിക്കും, പക്ഷെ ഇവിടെ വന്നപ്പോ കളി കാര്യമായി പോയി. ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലാട്ടാ. ചേച്ചിക്ക് തോന്നിയ ചേച്ചിയുടെ വലിയ മനസ്സ്. നീ അവളോടൊന്നും ചോദിക്കുന്നില്ല പറയുന്നത്. ഓ ശരി, നീ നല്ല കൊച്ച, നല്ല മനസ്സാ നിന്റെ. ഇങ്ങനെ ഇരിക്കണം. അപ്പൊ ജാസ്മിൻ ഋഷിനോട് ആവശ്യപ്പെട്ട നെക്സ്റ്റ് റൂമിലെ ഗബ്രിയുടെ ബെഡ്റൂമിന്റെ കഥ ഋഷി അൻസിബയുടെ നോറനോടും പറയാണ്. അതുകൊണ്ട് ഞാൻ ഋഷി ബി ലൈക്ക് അങ്ങനെ നീ നെക്സ്റ്റില് കിടക്കണ്ട. അല്ല അത് മാത്രല്ലടാ, എന്റെ ഋഷി സ്വിച്ച് ഇട്ടമാരി ഇമോഷൻ മാറൂല. നോറ പറയാണ് സ്വിച്ച് ഇട്ട പോലെ ഇങ്ങനെയാടാ ഈ മോശം മാറുന്നേ. അവള് ഫുള്ളൂടായിപ്പ ഡ്രാമയാണ് അവളുടെ. ഇത് ഞങ്ങൾക്ക് അറിയാൻ നോറാത്ത. കൺഗ്രാറ്റുലേഷൻസ് ക്യാപ്റ്റൻ. അത് കഴിഞ്ഞ് ക്യാപ്റ്റന്റെ അധികാരം ഋഷിക്ക് കൈമാറുന്നതാണ് നമ്മൾ കണ്ടത്. ഇതവിടെ നീ പാട്ട് എന്താ വയ്യേ? ഓരോ മണിക്കൂറുകളും ഓരോ നിമിഷങ്ങളും വളരെ നിർണായകമാണ്. ഭയങ്കര നിർണായകമാണ്. ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഊർജ്ജസ്വലനായ ധൈര്യപൂർവ്വം ഇടപെടുന്ന സജീവമായ ഋഷിയെ ഋഷി ബി ലൈക്ക് എന്നിങ്ങനെ പൊക്കല്ലേ ബിഗ് ബോസ്. എനിക്ക് നാണാ. ഋഷി ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുക്കേണ്ട സമയം എത്തിയിരിക്കുന്നു. ഋഷി ഞാൻ അടുത്തിരിക്കും ബിഗ് ബോസ്. ആ ഋഷിയാണ് മുന്നോട്ട് വരേണ്ടത്. നല്ല സൂപ്പർ സേഫ് ഗെയിം കളിക്കാത്ത പവർ ടീമിൽ ചേഞ്ച് കൊണ്ടുവരുന്ന കിടിലൻ സ്ട്രോങ് പ്ലേയേഴ്സിനെ ഞാൻ പവർ ടീമിൽ എടുത്തിരിക്കും. ഇത് ഋഷി ബിഗ് ബോസിന് വരുന്ന വാക്ക്. ഒരു 6 പേരാണ് ഈ പ്രാവശ്യം പവർ റൂമിൽ. ഞാൻ അത്ര ബിൽഡപ്പ് കൊടുത്തിട്ട് 6 പേരെ പവർ ടീമിലേക്ക് ഉണ്ടാക്കാനാ. നല്ല പ്ലാൻ ആയിരുന്നു, പക്ഷേ എന്ത് ചെയ്യാം.
ബിഗ് ബോസ് പറഞ്ഞു ഐഡിയ കൊള്ളാം, പക്ഷെ ഒത്തില്ല മോനെ അടി എടുക്കാൻ സാധിക്കൂ. ഋഷി ക്യാപ്റ്റൻ ആയപ്പോ തന്നെ 3Gയിലെ ദൈവമേ. നിങ്ങള് ഇവര് 4 പേര് ബിഗ് ബോസ് ഞാൻ എടുത്ത്. പവർ ടീമിന് അഭിനന്ദനങ്ങൾ. ബിഗ് ബോസ് ബി ലൈക്ക് ബുദ്ധിപൂർവം ഗെയിം ചേഞ്ചിങ് ആയിട്ട് തീരുമാനം എടുക്കാൻ പറഞ്ഞപ്പോ നീ നിന്റെ ഗ്രൂപ്പിൽ കളിച്ചവരെ തന്നെ എടുത്ത് പവർ ടീമിലിട്ട്. ടീമിൽ ജിൻഡോ, അർജുൻ, ശ്രീതു ഇട്ട് കൊടുക്ക്. അർജുന് വേണ്ടി നീ ഇട്ട് കൊടുക്കട കസ്മല കളപ്പന്നി. ഇതൊരു ടീമാണ്. വേറെ ഒരു ഗ്രൂപ്പും കിട്ടിയില്ല. അർജുന് ഷീജു എല്ലാവന്റെ ടീം ടണൽ കിച്ചൺ ടീം. ജാസ്മിൻ ബി ലൈക്ക് നിനക്ക് എന്തെങ്കിലും എന്നോട് ശത്രുത ഉണ്ടോടാ? എന്നെ പിന്നെയും കിച്ചൺ ടീമിലിടാ. നെക്സ്റ്റ് ഓക്കെ ടണൽ. ജാസ്മിന്റെ ആഗ്രഹപ്രകാരം തന്നെ നെക്സ്റ്റ് ടീം ജാസ്മിന് കൊടുത്തില്ല. ജോ ജാസ്മിൻ കളപ്പന്നി ചതച്ചൂല നീ. എനിക്ക് ടണലിനെടുത്ത് നെസ്റ്റിലെടുത്ത് ടണലിൽ ഇടണം. ശരി, ജാസ്മിന്റെ മുഖം മാറിയപ്പോഴേക്കും നീ അവിടെ നേരത്തെ വലിയ ഡയലോഗ് അടിച്ചാൽ എന്റെ പട്ടിയിടും എനിക്ക് മനസ്സിലായി എന്നൊക്കെ. ജാസ്മിനെ നെസ്റ്റിക്ക് തന്നെ മാറ്റി. കൊള്ളാടാ, നല്ല പക്വതയുള്ള ക്യാപ്റ്റൻ. ഒട്ടും സേഫ് ഗെയിം കളിക്കുന്നില്ലാന്നും ആരെയും പ്രീതിപ്പെടുത്തുന്നില്ലാന്നും ഞങ്ങക്ക് മനസ്സിലായി. ടണലിടുന്ന് പറഞ്ഞപ്പോ മുഖത്ത് എന്നിട്ടായിരുന്നു മറ്റേ കടന്നെല്ല് കുത്തി പോലെ ഇരുന്നേ. ഇപ്പൊ മുഖത്ത് ചിരി നോക്ക്, 100ന്റെ വാട്സ് ബൾബ് ഇട്ട പോലെ ഉണ്ട്. പുതിയ മാറ്റങ്ങൾക്കായി പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. ബിഗ് ബോസ് ലാസ്റ്റ്. എന്റെ പൊന്ന് പവർ ടീമേ, നിങ്ങളെങ്കിലും ഒന്ന് നന്നായിട്ട് തീരുമാനം എടുത്ത് റേറ്റിംഗ് ഒന്ന് കൂട്ടി തരണം. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടത് പവർ ടീമിനെ പവർ റൂമിലേക്ക് ആനയിച്ച് കൊണ്ടുവരുന്നതാണ്. ഡാൻസ് നല്ല വിഷമമുണ്ട്. കാരണം അൻസിപ്പ് എന്താ കാര്യമായിട്ട് പറയേണ്ടി കേട്ടു നോക്കാം. ഇത്രയും കാലം പണിയെടുക്കാതിരുന്നതാണ്, ഈ പണിയെടുക്കണം. ശ്രീരേഖ ചേച്ചിക്ക് നല്ല വിഷമമുണ്ട്. സ്വാഭാവികം, നല്ല വിഷമം കാണും. ഇത്ര നാളിരുന്ന് സുഖിച്ചതാണല്ലോ. സായി ഒരു പണിയും ഈ വീട്ടിൽ ചെയ്യാൻ പാടില്ല. സായി പണിയെടുക്കണ്ട, ബാക്കി 3 പേര് പണിയെടുക്കട്ടെ. അത് കൊള്ളാം. 3 പേരും തന്നെ, കാരണം എല്ലാ ടീമിലും 3 പേരുണ്ട്. അതുകൊണ്ട് അവർക്ക് കുറ്റം പറയാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നോമിനേഷനിൽ വരുന്ന ആളുകളുടെ എണ്ണം വളരെ കുറയും. അപ്പം കുറെ ആൾക്കാരങ്ങ് അല്ലാതെ ഔട്ടായി പോകണം. ജിന്റെ പെൻ ഇടവും വല്ലതും നോക്കൂല. ജിന്റെ പെൻ പണിഷ്മെന്റ് കൊടുത്ത് അത് കഴിഞ്ഞപ്പോ ജാസ്മിൻ ഇരുന്ന് ഗബ്രീനെ പൊക്കുക. ഗബ്രി കിടിലം പ്ലെയർ ആയിരുന്നു. ആരുടെ മുഖത്ത് നോക്കിയിട്ട് ഉള്ള കാര്യം ഉള്ളതുപോലെ വിളിച്ചു പറയും. അവിടെ എവിടെയും പോയി നിന്ന് ഈ നോണ പറച്ചില് അല്ലെങ്കിൽ കഥ ഉണ്ടാക്കി നോണ പറച്ചിലാണെങ്കിലോ ലെവലേശില്ല പറച്ചില് ഇല്ല, അങ്ങനൊന്നുമില്ല. പറയാനുണ്ടെങ്കിൽ മുഖത്തൊക്കെ പറയാം. ആന്ത ക്യാമറമാനോ ചേട്ടാ ആ ഡയലോഗ് പറഞ്ഞപ്പോ അൻസിബേനെ ഫോക്കസ് ചെയ്തേ. നിങ്ങൾ രണ്ടാം കൂടി ഇവിടെ ഇരുന്നിട്ട് പുറത്തിരുന്ന് സംസാരിക്കുന്നത് ഫുള്ള് ഞാൻ കേട്ടതാ. ഇത് കേട്ട് ചായ കുടിച്ചോണ്ടിരുന്ന ജിൻഡോ, എന്റെ പൊന്ന് ജാസ്മിനെ നീ വെറുതെ വിടല്ലേ. എന്നെ പറ്റി അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു. നീയും ഗബ്രിയും കൂടി അന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ എന്നെ ഇവിടെ വെച്ചിരുന്ന് കുറ്റം പറഞ്ഞത് ഞാൻ അവിടെ വെയിലത്ത് കുത്തിയിരുന്ന് ചായ കുടിച്ചോണ്ട് കേട്ടതാ. നീയും ഗബ്രി ഇവിടെ ഇരുന്നിട്ട് എന്നെ കുറിച്ച് പറഞ്ഞു, ഞാൻ ഇവിടെ കേട്ടിട്ടില്ല. സംസാരിക്കാൻ ഞാൻ കേട്ടത്. ജിൻഡോ ഡയലോഗ് അടിക്കാ. നീ ഡയലോഗ് അടിക്കുമ്പോഴേ മുഖത്ത് നോക്കി പറ, അല്ലാണ്ട് ജനങ്ങള് കേൾക്കാന്നല്ല നീ പറയണ്ടേ. ഇത്ര നേരം വിഷമിച്ചിരുന്ന ആളായിരുന്നല്ലോ, സ്വിച്ച് ഇട്ട പോലെ ആള് മാറിയോക്ക്. നീ എവിടെ പറഞ്ഞില്ലല്ലോ, നീ എന്നെ ചാടി അടിച്ചാലും പറഞ്ഞില്ലല്ലോ. ജിൻഡോ കൈക്കടിച്ചത് നീ പറഞ്ഞില്ലല്ലോ. നന്ദനയുടെ ഒരു അവസ്ഥ നോക്കണേ. ജാസ്മിനെ ഒതുക്കും, ജാസ്മിനെ വലിച്ച് കീറുന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ജാസ്മിന്റെ സപ്പോർട്ടറായ. ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും പറഞ്ഞിട്ടില്ല. പോകുമ്പോ എന്തൊക്കെ വീരവാദമായിരുന്നു. എന്റെ കളികൾ കമ്പനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ അകത്ത് ചെന്നിട്ട്. അല്ലെങ്കിൽ ഒരു മൂടില്ല, വേറൊരു ദിവസം. ഗബ്രിയെ പറ്റി ശരണ്യ അങ്ങനെ പറഞ്ഞു. നമ്മുടെ ജാസ്മിൻ നമ്മുടെ ശരണ്യ ചേച്ചിയുടെ പേരിട്ടുണ്ട് ഒരു കാര്യം പറഞ്ഞോണ്ടിരിക്കായിരുന്നേ. ഇന്നവനാണ് എന്നുള്ള രീതിയില് ശരണ്യയും നോറ ഈ ശരണ്യെ ഇങ്ങോട്ട് വാ, നിന്നെ പറ്റി ഇവള് പറഞ്ഞോണ്ടിരിക്കണേ, ഒന്ന് ചോദിക്കേ. ഇവിടെ നിന്നു എന്ന് പറഞ്ഞ പെരും കള്ളനാണ് നിങ്ങൾ. എന്തുവാടാ ഇതൊക്കെ? എന്തോ എക്സ്പ്രഷൻ അത്. ഞാനാ പറഞ്ഞത്, അതാണ് നീ. എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കരുത്. ഇവളുടെ സ്പീക്കർ വല്ലതും വായിലെടുത്ത് വെച്ചിട്ടുണ്ടാ? ഇതും കൊണ്ടാണ് ഈ സംസാരിക്കുന്നത്. എനിക്ക് അറിയില്ല ഇത് എങ്ങനെയാണ് ഇത്ര സൗണ്ട് ഒക്കെ വരുന്നത്. ഇതൊരു മനുഷ്യനല്ലേ ഇത്? ശരി, ജിന്റെ വയർക്കണത് തുടയ്ക്കാൻ ടഫൽ കൊടുക്കാൻ. അപ്പൊ ഈ വയർപ്പിനെ പറ്റിയൊക്കെ കുറ്റം പറയുന്നതും ബോഡി ഷേമിങ് അല്ലേ? അയ്യേ, എന്ത് കച്ചറിയത്.
അയ്യേ, നട്ടലുള്ള പെണ്ണുങ്ങളാ? അന്ന് നട്ടലുള്ള പെണ്ണുങ്ങൾ അങ്ങനെ കാറ്റഗറി ഉണ്ടാ? എല്ലാ പെണ്ണുങ്ങളൊന്നും നട്ടലില്ലേ? ഹാപ്പി നിനക്ക് കാണുന്നുണ്ട്. ഞാൻ കണ്ടല്ലോ. ആ സന്തോഷം ഉണ്ടപ്പ. ഉള്ളിലുള്ളത് പുറത്തു വന്ന് അകത്തുണ്ടെന്നുള്ള സന്തോഷത്തിലാ. അപ്പൊ ഞാനിന്നലെ എയർപോർട്ടിൽ കണ്ടത് ഗബ്രീനല്ലേ? ജിൻഡോ ബി ലൈക്ക്, ഞാൻ എല്ലാവരുടെയും പുറത്തേക്ക് കയറും, പിന്നെ എനിക്ക് അങ്ങനെ നീയുന്ന അവനൊന്നും ഇല്ല. നോർമലി ഉള്ള ഒരാൾ ഇത്രയും ഒച്ചയില് ഇങ്ങനെ സംസാരിക്കും? എനിക്ക് അറിയില്ലത്. കണ്ടിട്ട് തന്നെ പൊളിയുണ്ട്. എന്താണിത്? ഇതാണ് ഒരു ബിഗ് ബോസ്? എന്തിനാണ് ഇവർ വഴക്കിടുന്നത്? നീ ഒറ്റ വേറെ അവസ്ഥയില്ല ഗൈസ്, കണ്ടേ പറ്റും. ഗബ്രി പോയത് നീ ഒറ്റ കാരണം. അപ്പൊ നമ്മുടെ ചിന്തോ ചേട്ടൻ പറയാണ് ഗബ്രി പോയത് നീ കാരണമാടി. ജാസ്മിൻ, അതെ എന്റെ മിടുക്ക, നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? എന്തൊരു കച്ചറകളാണ് ഇതൊക്കെ. ജിൻഡോ പറയാണ് ജാൻമണി പുറത്തായതിന്റെ റീസൺ ജാൻമണി പുറത്ത് പോയി വീഡിയോ കണ്ടിട്ട് ജാൻമണിക്ക് ഈസി ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. എല്ലാം വീഡിയോ ഒന്ന് കാണണ്ടേ, അത് ജാനു മനസ്സിലാവും. അതേപോലെ തന്നെ ഗബ്രി പുറത്ത് പോയിട്ട് വീഡിയോ കണ്ടിട്ട് ഗബ്രിക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ജാസ്മിൻ പറയാം ഗബ്രിക്ക് വീഡിയോ കണ്ട ആവശ്യമില്ലടോ. അതായത് ഗബ്രിക്ക് അല്ലാതെ തന്നെ അറിയാന്ന് ഗബ്രി പുറത്തു പോയിട്ട് റീസൺ ജാസ്മിനാണ്. ജിൻഡോ ജാസ്മിനും അവർക്കൊന്നും വേറെ പണിയില്ല. എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ജാസ്മിനെ ജിൻഡോ ഈസി ആയിട്ട് പ്രൊവോക്ക് ചെയ്തു. എന്റെ ഗബ്രി ചൂടൻ വെട്ടി തിളപ്പിച്ച് അണ്ണാക്കിലൊഴിച്ചാൽ നിന്റെ ഒന്നും മനസ്സ് നന്നാവും പോകുന്നു. നിന്റെ പ്ലാൻ ഒക്കെ നടന്നു, എല്ലാം ക്ലിയർ ആയിട്ട് നടന്നു. സന്തോഷം ഞങ്ങൾ കാണുന്നില്ല. പിന്നെ നിനക്ക് എന്താടാ? നമ്മുടെ റോക്കിനെ കുറ്റം പറയാൻ പറ്റില്ല. അവരാണെങ്കിൽ അടിച്ചു ആദ്യ ഡയലോഗുകളല്ലേ കേൾക്കണേ. സങ്കടം വരും. നിനക്ക് എന്താടാ? നിന്നെ പോലെയുള്ള കൂട്ടുടമ അവന്റെ വിധി. ജിൻഡോ ബി ലൈക്ക് ഒരു ടീ ബ്രേക്ക്, ഞാൻ ടീ കുടിച്ചു വന്നിട്ട് ബാക്കി വഴക്കുണ്ടാക്കാം, നീ ഒന്ന് വെയിറ്റ് ചെയ്യ്. ഓടി നടന്നു. ഇത് ഇത്ര കഴിഞ്ഞു. ജിൻഡോയുടെ ഗ്യാസ് കഴിഞ്ഞു. ചെവി അടിച്ചു പോകുന്നുണ്ട്. ജിൻഡോ കിടന്ന് മെഴുകി തെളിഞ്ഞ് അവിടെ കിടന്ന് ഊരിന്റെ പേരളത്തേ ഉള്ളൂ. എന്താടാ ഒരു സെല്ലോ ടേപ്പ് തരാമോ? ശ്രീതു ഋഷിനോട് ചോദിക്കാ, ഒരു സല്ലാട്ടാപ്പ് തരോ? ഒട്ടാൻ ഒട്ടാൻ ജിൻഡോ ചേട്ടന്. നീ അല്ലെങ്കിൽ വെട്ടി ഇരിക്കുന്നുണ്ടല്ലോ, നിനക്ക് സെല്ലോ ടേപ്പിന്റെ ആവശ്യമില്ലല്ലോ. നിൽക്കുന്നവർക്കും ചിരിക്കുന്നവർക്കും അറിയാം. പത്തറകളുടെ സീസൺ ആരാണ് കൂടുതൽ തറാന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോൺവെർസേഷൻ ഇപ്പൊ നടന്നത്. ഓരം വലിയ പെരും കള്ളനാന്നുള്ളത് എനിക്ക് തോന്നുന്നു. ജാസ്മിന്റെ ശബ്ദവും ജാസ്മിന്റെ സംസാരവുമാണ് നല്ല സ്റ്റാൻഡേർഡ് ഉണ്ടായത്. ഇതാ പറഞ്ഞ ഇവന് നിലവാടില്ല. യോ നിലവാരമുള്ള ആള് നോക്കട്ടെ. വെറും വൃത്തികെട്ട. ചേച്ചിയായിട്ട് നിൽക്കാനുള്ള അവസരം കിട്ടിയിരിക്കുകയാണ്. ചേച്ചിയായിട്ട് തന്നെ നിൽക്കാം. നന്ദന ദേ വന്നപ്പോ ലാലേട്ടനോട് ജാസ്മിനെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കും, അവളുടെ കളിയൊന്നും എന്റെ അടുത്ത് നടക്കില്ല എന്ന് പറഞ്ഞ ആളാണ്. ചേച്ചി കളിക്ക് ചേച്ചി. ഇന്നലെയും എന്നാലും എന്ത് ലാംഗ്വേജ് ആണ് ഇതൊക്കെ? എവിടുന്ന് പഠിക്കും? ഇടയ്ക്കിടയ്ക്ക് അവനെ പറഞ്ഞ ഞാൻ കേൾക്കുന്നുണ്ട്. മറ്റേ സിബിൻ കാണിച്ച വിരലിന്റെ കാര്യമാണ് പിള്ളേർക്ക് അറിയാത്ത കാര്യം. ഇതൊക്കെ കാണുന്നതിന് ഒരു കുഴപ്പമില്ല. എന്നാലും എന്റെ ബിഗ് ബോസ് അതിപ്പോ അൻസിബൻ നോറയുടെയും സംസാരം പിന്നെ കാണിക്കാം. അല്ലെങ്കിൽ അവളോട് ബൈ പറയാതെ പോവില്ല. നോറ ഗബ്രിക്ക് കറക്റ്റ് ആയിട്ടുണ്ട്. അതാണ് ലാലേട്ടന്റെ കൂടെ യാത്ര പറഞ്ഞപ്പോ ജാസ്മിന്റെ പേര് പറയാണ്ട് അവൻ ഇറങ്ങിപ്പോയെ. നിർത്തി എന്ന് പറഞ്ഞു. അതിലും വലിയ തെളിവ് എന്താ വേണ്ടത്? അൻസിബ അതല്ല നോറ, അവൻ അവിടെ വെച്ചൊരു വാക്ക് പറഞ്ഞു. അവന്റെ ഗെയിം ആ പടിയിൽ ഉപേക്ഷിച്ചു. പടിയിൽ ഉപേക്ഷിച്ച സാധനം പിന്നെ അവൻ പറഞ്ഞുകൊണ്ട് നടക്കോ? അതാണ് വൈ പറയാതിരുന്നത്. ഞാൻ ഇവിടെ എന്റെ ഗെയിം അവസാനിപ്പിച്ചു എന്ന് അവൻ പറഞ്ഞു.
നിങ്ങൾക്ക് മെയിനായിട്ട് പഠിക്കേണ്ട അടി ജാസ്മിനായിട്ടാണ് ഈ ഭാഗത്ത് അടിക്കേണ്ടത്. അതെ, ഇപ്പൊ നമ്മുടെ കാട്ടുതീ ജിൻഡോനോട് ചോദിക്കുകയാണ്, നിങ്ങൾ മനഃപൂർവ്വം ചൊറിഞ്ഞതല്ലേ ജാസ്മിനെ, എന്താണ് നിങ്ങളുടെ ഇനി പ്ലാൻ, ആരെയാണ് ഇനി ചൊറിയാൻ പോണേ? നിങ്ങളുടെ ഫസ്റ്റ് അടി ആർക്കട്ടാ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ജിൻഡ, അയ്യടാ മാനെ, ഞാൻ പറഞ്ഞു തരില്ല. നിനക്ക് മാത്രമേ തിരിച്ചു വരേണ്ട ആവശ്യമുള്ളൂ, ഞങ്ങൾക്ക് തിരിച്ചു വരേണ്ടവരാണ്. ചീപ്പ് എന്ന് പറയുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യും, കാരണം ഒരു വ്യക്തിത്വമാണ്. അതേ, ഇപ്പൊ നമ്മുടെ അൻസിബ് ഇരുന്ന് ശ്രീരേഖ ചേച്ചിനെ കുറ്റം പറയാം. അതൊന്ന് മനസ്സിലാവുന്നിടത്ത് അവർ പെട്ടെന്ന് നന്മമാരങ്ങ് ചമയും. കാരണമല്ല, പവർ റൂമിൽ ഇരുന്നപ്പോ കാണിച്ചു കൂട്ടി കുറച്ച് കാര്യങ്ങൾ. ഒന്നാമത്തെ മറ്റേ നോറയുടെ മേത്തേക്ക് കയറിയ ഒരു സീൻ ഉണ്ടായിരുന്നു, പിന്നെ നന്ദനയുടെ മേത്തേക്ക് കയറിയ ഒരു സീൻ ഉണ്ടായിരുന്നു. ഈ 2 സീനിൽ ലാസ്റ്റ് ശ്രീരേഖ ചേച്ചി ഇരുന്ന് കരഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അൻസിബ വെച്ച് അലക്കണ്ട്. കള്ളക്കരച്ച് ഭക്ഷണം അതും ഇതും ഒക്കെ നന്ദന പറഞ്ഞു. ശ്രീരേഖയാണെങ്കിൽ അപ്പുറത്ത് ഇരുന്നിട്ട് ഇതൊക്കെ കേൾക്കുക. അതിന് ഇത്രയും ഇതാവേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? റസ്മിൻ, ഇതിന്റെ അപ്പുറത്തുള്ളത് കഴിഞ്ഞിട്ട് അവിടെ എത്തിയിരിക്കണം. ശ്രീരേഖ, ഞാൻ എല്ലാം കേൾക്കുന്നുണ്ടടി. കേക്കാണ് അൻസിബ, നിങ്ങൾ കേൾക്കാൻ വേണ്ടി തന്നെയാ ഞാൻ ഉറക്കെ പറഞ്ഞു. ശരണ്യയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്, കാരണം പവർ ടീമിന്റെ ഡയറക്ട് നോമിനേഷനിൽ കൂടെ നോമിനേഷനിൽ എത്തിയ ആളാണ് ശരണ്യ ചേച്ചി. അപ്പോൾ ശരണ്യയുടെ ഒരു കാലിബർ എന്താന്ന് പേഴ്സണലി എനിക്കറിയാം, ആർക്കും അറിയാം. അത്രയും കാലിബർ ഇവിടെ വന്നിട്ടില്ല എന്നാണ്. ഈശ്വരനെ എന്തൊക്കെ കേൾക്കണം. പരസ്പര വിരുദ്ധമായി സംസാരിക്കൽ എന്നീ കാരണങ്ങളാൽ 3 വോട്ടുകളോടെ ജിൻഡോ എന്നിട്ട് ഈ 10 വോട്ട് കിട്ടാറുള്ളതാ, 13 എത്തി. ഐ ആം ഹാപ്പി. കപട വാഗ്ദാനം, തെറ്റിദ്ധരിപ്പിക്കൽ, കാട്ടുതീക്ക് കിട്ടിയ കാരണം കേക്ക്. അനാവശ്യ ഇടപെടൽ, പക്വതയില്ലായ്മ എന്നീ കാരണങ്ങളാൽ അനാവശ്യ ഇടപെടൽ, പക്വതയില്ലായ്മ എന്നൊക്കെ പറഞ്ഞപ്പോ തന്നെ നന്ദന, ഇത് ഞാൻ തന്നെ. ഇൻവിസിബിൾ, സേഫ് ഗെയിം, ഭാഗ്യം കൊണ്ട് മാത്രം നിലനിൽക്കൽ, എന്റെ പൊന്ന് ബിഗ് ബോസ് ഇങ്ങനെ സത്യങ്ങൾ വിളിച്ച് പറയല്ലേ. സ്ട്രാറ്റജി, പേടിച്ച് ഗെയിം കളിക്കൽ, കറക്റ്റ് വ്യക്തതയില്ലാത്ത വ്യക്തിത്വം എന്നീ കാരണങ്ങളാൽ ഊക്കുന്നോടാ ബിഗ് ബോസ്. ശ്രീരേഖ ചേച്ചി, എന്നാലും അങ്ങനെ പറയണ്ടായിരുന്നു. അവസാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും പിരിഞ്ഞു പോകാം. അർജുനും ജാസ്മിനും ഇതെന്ന് പറയുവായോ? എല്ലാവർക്കും പിരിഞ്ഞു പോകാം. ജാസ്മിൻ മോക്ക് എന്താ സന്തോഷം. ിട്ടുള്ള നോമിനേഷനിലൂടെ ശരണ്യ ഈ വീക്ക് നോമിനേഷനിൽ വന്നാലും അടുത്ത ആഴ്ച വീട്ടിൽ പോയി ഗബ്രീനെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ നീ ഇപ്പൊ നോമിനേഷനിൽ വരാത്തതിന് ഭയങ്കര ഹാപ്പിനെസ് കാണിക്കുമ്പോ നമുക്ക് ഗബ്രീനെ കാണണ്ടേ? കോളേജിൽ പഠിക്കുന്ന ആൾക്കാരാണ്, അപ്പൊ നമുക്കൊരു AC. അപ്പൊ അത് കഴിഞ്ഞൊരു പരസ്യമായിരുന്നു AC-യുടെ. 3 ടീമായിട്ട് തിരിഞ്ഞ് മത്സരിച്ചു. ഇതൊരു പ്രൊമോഷൻ ആയതുകൊണ്ടും നമുക്ക് അവര് പ്രൊമോഷന് പൈസ തരാത്തത് കൊണ്ടും ഞാൻ ആ ഭാഗം സ്കിപ്പ് ചെയ്യുന്നു. സാറേ, അതുപോലെ തന്നെ പക്ഷെ അതിന്റെ ഇടയ്ക്ക് കേട്ടൊരു വരി എന്നെ ഹഠാതെ ആകർഷിച്ചു. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതെ, എന്താണ് ഫീച്ചർ കേൾക്കട്ടെ? അതിലുള്ള ഒരു ഫീച്ചറാണ് മൂഡ് ലൈറ്റിംഗ്. മൂഡ് ലൈറ്റിംഗ് ആണ് ഈ പറഞ്ഞ മൂഡ് ലൈറ്റും ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ മൂഡിനനുസരിച്ച് ലൈറ്റ് മാറ്റാൻ എങ്ങനെയുണ്ട്? ഈ ടാസ്കിൽ നമ്മുടെ അപ്സരയും ചിന്തോ ഒക്കെ ചെയ്ത ടീമിന് ഫസ്റ്റ് പ്രൈസ് കിട്ടി. ബിഗ് ബോസ് ഹോട്ടൽ. അത് കഴിഞ്ഞ് നാളെ തുടങ്ങാനിരിക്കുന്ന ഈ വീക്കിലെ ടാസ്കിനെ പറ്റിയുള്ള ഒരു അറിയിപ്പായിരുന്നു. വേറൊന്നുമല്ല, BB ഹോട്ടൽ. കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടുമെടുത്ത അതേ സാധനം തന്നെ ഇത്തവണ ഗസ്റ്റ് ആയിട്ട് വരുന്നത് വേറെ ആരുമല്ല, നമ്മുടെ സാബു ചേട്ടനാണ്. അപ്പൊ ഈ ഹോട്ടലിന്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട് കഴിഞ്ഞ സീസണിൽ നമ്മുടെ ജുനൈസ് ആയിരുന്നു മാനേജറായിട്ട് വന്നിരുന്നത്. ഈ സീസണിൽ പവർ ടീമിനെയാണ് ആ ഒരു പൊസിഷൻ കൊടുക്കുന്നത്. പവർ ടീം ആയിരിക്കും ഇന്റർവ്യൂ നടത്തി ഓരോ കണ്ടസ്റ്റൻസിനെ എടുത്ത് ഓരോ ജോലി കൊടുക്കുന്നത്. സോ അതിനുള്ള ഇന്റർവ്യൂവിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ഇന്ന് സബ്മിറ്റ് ചെയ്യാം. ആരൊക്കെ ഏതൊക്കെ ടീമിലിടണമെന്ന് പവർ ടീമിന് ഇന്റേണൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നാളെ ടീമിലിടാം. ആളെ ആവശ്യമുണ്ട്. നാളെ മുതൽ വരുന്ന ഗസ്റ്റുകളെ പ്രീതിപ്പെടുത്തി അവരുടെ കയ്യിൽ നിന്ന് പോയിന്റ് കൂട്ടി വാങ്ങിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന ടീമിനായിരിക്കും പവർ ടീമുമായിട്ടുള്ള ചലഞ്ചിന് മത്സരിച്ച് പവർ ടീമിൽ കയറാനുള്ള യോഗ്യത നേടാൻ സാധിക്കുക. അപ്പൊ നമ്മുടെ സാബു ചേട്ടൻ കയറിയ പ്രമോ നമ്മുടെ ഏഷ്യാനെറ്റ് പുറത്തു വിട്ടിട്ടുണ്ട്. സാബു ചേട്ടൻ എന്തായാലും കയറിയിട്ടുണ്ട് ബിഗ് ബോസിൽ. ഇനി ശ്വേതാ മേനോന് കയറുന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും ഒക്കെ വന്ന് ഈ ബിഗ് ബോസിൽ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് താടേ എന്ന പ്രതീക്ഷയിൽ ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 58 റിയാക്ഷൻ ഞാൻ ഇവിടെ നിർത്തുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ